ഹായ്, ദിസ് ഇസ് ഷാഫി മുഹമ്മദ്. വെൽക്കം ടു സ്കൈലർ ലേണിങ്സ്. ഈ സ്കൈലർ ലേണിങ്സിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നൊരു വിഷയം എന്ന് പറയുന്നത് എന്താണ് EFT എന്നുള്ളതാണ്. EFT എന്ന് പറയുന്നത് ഒരു ചൈനീസ് മെഡിസിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള അക്യൂപ്രഷർ പോയിൻറ്റ്സിൽ പ്രത്യേക രീതിയിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മളുടെ ട്രോമാസിനെ ഹീൽ ചെയ്യാനും നമ്മുടെ ബോഡിയിലുള്ള സ്ട്രെസ്സ് റിലീസ് ചെയ്യാനും അങ്ങനെ നമ്മളുടെ നെർവസ് സിസ്റ്റം കാമാക്കാനും സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതൊരു തെറാപ്പി മെത്തേഡാണ്. 1990s ഇത് ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻസെപ്ഷൻ അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഗാരി ക്രൈഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിനുശേഷം അത് വലിയ രീതിയിലേക്ക് പോപ്പുലർ ആവുകയും അദ്ദേഹം ഒരുപാട് ജനങ്ങളുടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാം സഹായിച്ചിട്ടുണ്ട്. അപ്പം ഇതെന്താണ് ഈ തെറാപ്പി മെത്തേഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. EFT എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും പല പ്രശ്നത്തിലൂടെയും പല പ്രയാസത്തിലൂടെയും കടന്നു പോകും. അത് ട്രോമയാകാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആകാം, അതല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവാം. പലതരത്തിലുള്ള സ്ട്രെസ്സുകളിലൂടെയും അതേപോലെ തന്നെ ട്രോമറ്റൈസിങ് എക്സ്പീരിയൻസുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകും. ഇങ്ങനെ കടന്നു പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളുടെ ബോഡി മോചിതനാവാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡി മോചിതനാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ആ നെഗറ്റീവായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അനുഭവിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ഒരു നെഗറ്റീവ് ചാർജ് കടന്നു പോകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഇടവഴിയിലൂടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണെന്ന് വെച്ചോളൂ. ആ സമയത്ത് പെട്ടെന്ന് ഒരു പട്ടി ഓടി വരുന്നു നിങ്ങളുടെ അടുത്തേക്ക്. അപ്പം കടിക്കാൻ എന്നുള്ള രൂപത്തിൽ വരുന്ന പോലെ തോന്നുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് ചാർജ് പോകും. ഒരു തരിപ്പും വല്ലാത്തൊരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പേടിച്ച് വല്ലാണ്ട് ഇല്ലാണ്ടാവും നിങ്ങൾ, അല്ലേ? ചിലപ്പോൾ അവിടെ നിങ്ങൾ ഓടി രക്ഷപ്പെടും. വട്ടെവർ ഇറ്റ് ഈസ്, നിങ്ങളുടെ ബോഡിയിലൂടെ ഒരു വല്ലാത്തൊരു വൈബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നെഗറ്റീവ് ചാർജ് കടന്നു പോകും. അത് ആ പേടി അനുഭവിക്കുന്ന സമയത്ത് കടന്നു പോകും. ഇതുപോലെ ഓരോ ഷോക്കും അനുഭവിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചാർജ് കടന്നു പോകുന്നുണ്ട്. ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. നമ്മുടെ ബോഡിയിൽ പ്രോപ്പറായിട്ട് നടക്കേണ്ട ഒരു എനർജി ഫ്ലോ ഉണ്ട്. അത് നമ്മുടെ മെറ്റാബോളിസം വർക്ക് ചെയ്യാനും നമ്മുടെ ശരീരത്തിൽ ദഹനം നടക്കാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോ മറ്റുള്ള കാര്യങ്ങളെല്ലാം ന്യൂട്രിയൻസിൻ്റെ സപ്ലൈസ് സംഗതികളെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഈ മെറ്റാബോളിസം കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി എപ്പോഴൊക്കെ ഈ നെഗറ്റീവ് ചാർജ് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തത് ട്രിഗർ ചെയ്യപ്പെടുന്നുണ്ടോ, ആ സമയങ്ങളിലെല്ലാം ബോഡി എന്ത് ചെയ്യും, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് ബോഡിയിലെ നെർവസ് സിസ്റ്റമാണ്. അത് ANS എന്ന് പറയും, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. ഈ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം വോളണ്ടറി മസിൽസും ഇൻവോളണ്ടറി മസിൽസുമായിട്ട് കണക്റ്റഡ് ആണ്. സോ സ്വാഭാവികമായിട്ടും നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ബോഡിയിൽ സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യുകയും ഈ സ്ട്രെസ്സ് തന്നെ പല അസുഖങ്ങൾക്ക് കാരണമാകും. അതേപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെയും ബോഡി പെയിന്, ഷോൾഡർ പെയിന്, ലെഗ് പെയിന്, ജോയിൻ്റ് പെയിൻസ്, അതേപോലെ തന്നെ ഹെഡ് ഏക്ക്, മൈഗ്രെയിന്, ഇതിനൊക്കെ പുറമെ അസിഡിറ്റി ഇഷ്യൂസ്, നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്, മറ്റുള്ള അസുഖങ്ങൾ വരുന്നത്, പല തരത്തിലുള്ള അസുഖങ്ങൾക്ക് ഇത് കാരണമാകും. കാരണം ഇത് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളിൻ്റെ അളവ് വലിയ രീതിയിൽ കൂട്ടുകയും അങ്ങനെ നമ്മൾ കോർട്ടിസോളിൻ്റെ അളവ് വലിയ രീതിയിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ഭയങ്കരമായിട്ട് കൂടുകയും നമ്മുടെ വണ്ണം വയ്ക്കാനും ഓവറായിട്ട് വെയിറ്റ് കൂടാനൊക്കെ കാരണമാകും. അപ്പോൾ നമ്മുടെ ഈ ഒരു EFT എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ EFT തെറാപ്പിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ പലപ്പോഴും കാലങ്ങളായിട്ട് ജിമ്മിൽ പോയിട്ടും വെയിറ്റ് കുറയ്ക്കാൻ കഴിയാത്ത ആൾക്കാർ ഒറ്റയ്ക്ക് വെയിറ്റ് ഡ്രോപ്പ് ആവുന്നതാണ്. എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 20 വർഷമായിട്ട് അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. അത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വൈകി കഴിഞ്ഞാൽ ഉടനെ എനിക്കിത് വരും. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇതിന് കാരണമാകുന്ന ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് എൻ്റെ സിബ്ലിങ്സ് എന്നെ പരിഹസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ട്രോമ എനിക്കുണ്ടായിരുന്നു. സോ സ്വാഭാവികമായിട്ടും എനിക്ക് ഭക്ഷണം കഴിക്കുക അത്തരത്തിലുള്ള സംഗതികൾ എന്ന് പറയുന്ന ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് അന്ന് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ഒരു സംഗതിയും അതേപോലെ തന്നെ അവർ ആ സമയത്ത് പറഞ്ഞിട്ടുള്ള എൻ്റെ ഉള്ളിലേക്ക് കയറി കൂടിയിട്ടുള്ള ഒരു ഡയലോഗുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ അവരോട് കൂടെ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകില്ല, കാരണം എനിക്ക് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാനിത് എന്ത് വെച്ചാൽ തെറാപ്പിസ്റ്റ് എൻ്റെ അടുത്ത് വർക്ക് ചെയ്തപ്പം ഞാൻ ഈ എക്സ്പീരിയൻസ് പറയുകയും അങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഈ റൂട്ട് കോസിലേക്ക് കറക്റ്റായിട്ട് ഞാൻ ഹിറ്റ് ചെയ്തിട്ടു. അതാണ് EFTയുടെ മറ്റൊരു പ്രത്യേകത. നമ്മളുടെ ഇഷ്യൂ എന്താണോ അതിലേക്ക് കറക്റ്റായിട്ട് ഹിറ്റാകും. അങ്ങനെ ഞാൻ അതിലേക്ക് ഹിറ്റാവുകയും സ്വാഭാവികമായിട്ടും
ഈ ഒരു മെമ്മറി എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയും ഈ മെമ്മറി ഞാൻ എടുത്തിട്ട് അതിൻ്റെ ആ റൂട്ട് കോസ് ഹീൽ ചെയ്യാൻ പറ്റി EFT ടാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ EFT മെത്തേഡ് വർക്ക് ചെയ്യുന്നത് ടാപ്പിംഗ് എന്ന് പറയുന്ന സംഗതികൾ ഉപയോഗിച്ചിട്ട്. എന്താണ് ടാപ്പിംഗ്? നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുള്ള നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ, ആ ഒരു അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഇമോഷൻ ഉണ്ടാവും, പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഇമോഷൻ പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹീൽ ചെയ്യപ്പെടുന്നത്. ഇത് പ്രോസസ്സ് ചെയ്യാൻ ശരിക്കും സഹായിക്കുന്നൊരു കാര്യമാണ്, റിലീസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യമാണത് നമ്മുടെ ബോഡിയിലുള്ള മെറീഡിയൻ പോയിൻറ്റ്സ്. എന്താണ് മെറീഡിയൻ പോയിൻറ്റ്സ്? എനർജി പോയിൻറ്റ്സ് എന്ന് വിളിക്കും, മർമ്മം എന്ന് വിളിക്കും, അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ വിളിക്കാവുന്നതാണ് നെർവ് എൻഡിങ്സ്. അതായത് നെർവസ് സിസ്റ്റത്തിൻ്റെ നെർവ്സ് പോയിട്ട് എൻഡ് ചെയ്യുന്ന ബോഡിയിലെ ചില പാർട്ടുകളുണ്ട്. ആ പാർട്ടുകൾ ഒരുപാട് പാർട്ടുകളുണ്ട്. അതിൽ ചില പാർട്ടുകളാണ് EFTയിൽ ഉപയോഗിക്കുന്ന പാർട്ടുകളുണ്ട്. ഒരു പാർട്ട് ഇതാണ്, ഈ ഒരു ഭാഗം, ഇത് ഒരു നെർവ് എൻഡിങ്സ് ആണ്. അതേപോലെ തന്നെ ടോപ്പ് ഓഫ് ദ ഹെഡ്, അതേപോലെ തന്നെ ഐബ്രോ പോയിൻറ്റ്സ്, അതേപോലെ തന്നെ സൈഡ് ഓഫ് ദ ഐസ്, അതേപോലെ അണ്ടർ ദ ഐസ്, അതേപോലെ അണ്ടർ ദ നോസ്, അതേപോലെ അണ്ടർ ദ ലിപ്സ്, അതേപോലെ അണ്ടർ ദ കോളർ ബോൺ, അതേപോലെ അണ്ടർ ദ ആംസ് ആൻഡ് ദെൻ അതേപോലെ തന്നെ ഈ ഒരു പോയിൻ്റ്, അതേപോലെ ഈ ഇങ്ങനെയുള്ള കുറേ പോയിൻറ്റ്സുകളുണ്ട്. ഈ പോയിൻറ്റ്സുകളെല്ലാം നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് ഒരു ബോഡി കാം ആവാനും റിലാക്സ് ആവാനുള്ള ഒരു സിഗ്നൽ പോവുകയും നമ്മൾക്ക് നെർവസ് സിസ്റ്റത്തിൽ തന്നെ രണ്ട് ഇതുണ്ട്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഉണ്ട്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആണ് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ ആക്ടിവേറ്റഡ് ആവുന്നത്, അലേർട്ട് ആവുന്നത്. കോഫിയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആണ്, കുറച്ചുകൂടി ഒരു അലേർട്ട് മോഡിലേക്ക് പോവാണ്. ആ സമയത്ത് ഭയങ്കര ശ്രദ്ധയും ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുമെങ്കിലും പക്ഷേ അത് നമ്മുടെ BP കൂടാനും അതേപോലെ തന്നെ അതൊരു കോർട്ടിസോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടാനൊക്കെ കാരണമാകും. പക്ഷേ അതിന് പകരം ബോഡി കുറച്ച് അലേർട്ടായിരിക്കും, പക്ഷേ അറ്റ് ദ സെയിം ടൈം കാം ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് പോകണം. അതാണ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്ന അവസ്ഥ. അപ്പോൾ നമ്മൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കാം ആക്കുമ്പോൾ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുന്നു. ആ സമയത്ത് നല്ല ദഹനം നടക്കും, അതേപോലെ തന്നെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള കാം ആയിട്ടുള്ള ഒരു അവസ്ഥ, പീസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഈ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല രീതിയിലേക്ക് വർക്ക് ചെയ്യും, അതേപോലെ തന്നെ നല്ല രീതിയിലേക്ക് പ്രൊഡക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും വർക്ക് ചെയ്യാനും നമ്മുടെ ലൈഫിൽ ഒരു നമ്മളുടെ എനർജി പ്രിസർവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോപ്പമീൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഡോപ്പമീനൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഇത് സഹായിക്കും. അങ്ങനെ ഇതാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് നടക്കുകയാണെന്ന് ടാപ്പിംഗ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, സോ EFT വർക്ക് ചെയ്യുന്നത് ഈ രൂപത്തിലൂടെയാണ്. ഇതിനെ കുറച്ചുകൂടെ ഡെപ്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ളൊരു കോഴ്സ് തന്നെയുണ്ട്. അതായത് 42 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഇൻറ്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതായത് ഒരു 12 ഡേയ്സിൻ്റെ ട്രെയിനിങ്ങും ദെൻ നിങ്ങൾക്ക് 30 ഡേയ്സോളം അഡീഷണൽ ഫോളോ അപ്പ് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു 42 ഡേയ്സ് നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്. ഇറ്റ്സ് എൻ അമേസിങ് പ്രോഗ്രാം. ഒരുപാട് പേരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. നിങ്ങൾക്കും അതിലേക്ക് വരാം, വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാം. അപ്പോൾ സ്കൈലർ ലേണിങ്സ് ഇതിനു വേണ്ടിയിട്ട് അവസരം ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് തന്നെ എന്താ വെച്ചാൽ ഒരു ഇൻഡെപ്ത് ഹീലിംഗ് നൽകുന്ന രൂപത്തിൽ 1-to-1 ഹീലിംഗ് നൽകാൻ വേണ്ടിയിട്ട് ഒരു ഹീലർ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്, മെൻറ്റർ, കൗൺസിലർ എന്നുള്ള റോളിലൊക്കെ ആയിട്ട് ഒരാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് തരും. അവർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്ത് നിങ്ങളുടെ ഓരോ ഇഷ്യൂസും എടുത്ത് ഹീൽ ചെയ്ത് നിങ്ങളുടെ ഇപ്പോൾ അനുഭവിക്കുന്ന ട്രോമ എന്താണോ ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കും. ഈ ഒരു EFT എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. നമുക്ക് അസുഖങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അസുഖങ്ങളെന്ന് പറയുമ്പം ഒരുവിധം എല്ലാ അസുഖങ്ങളും പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, സ്ട്രെസ്സ് മൂലം ഉണ്ടാകുന്ന ബോഡിയിലുണ്ടാകുന്ന ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസ് കൊണ്ടാണെന്ന് വെച്ചാൽ ഹോർമോൺ ഇംബാലൻസ് ആവാം, മറ്റുള്ള തരത്തിലുള്ള ഇംബാലൻസ് ആവാം. അത് എനർജി ഇംബാലൻസ് ഉണ്ടാവാം, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവാം. പലതരത്തിലുള്ള ഇംബാലൻസ് മൂലം നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യില്ല, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല ബോഡിക്ക്. സോ സ്വാഭാവികമായിട്ടും അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധ അസുഖങ്ങളൊക്കെ മാറും. അപ്പോൾ നിങ്ങൾക്ക് സൈക്കോസൊമാറ്റിക് ആയിട്ട് ഉണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും മാറാൻ EFT എന്ന് പറയുന്ന ടൂൾ സഹായിക്കും. അതും ക്യുക്കാണ്, ഇമ്മീഡിയറ്റ് ആണ്. ഒറ്റ തെറാപ്പിയിൽ തന്നെ ചില അസുഖങ്ങളൊക്കെ ഇമ്മീഡിയറ്റ്ലി പോകും. എൻ്റെ ഒരൊറ്റ സെഷൻ കൊണ്ടാണ് എനിക്ക് 20 വർഷമായിട്ടുണ്ടായിരുന്ന അസിഡിറ്റി പ്രോബ്ലം ഒറ്റയടിക്ക് മാറിയത്. ഇതേപോലെ എനിക്കുണ്ടായിരുന്ന മറ്റൊരു അസുഖമാണെന്ന് വെച്ചാൽ ഞാൻ വല്ലാണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയായിട്ടും വർക്ക് ചെയ്തിട്ടും ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഞാൻ വേണ്ടത്ര രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് എന്നോട് ഞാൻ ചെയ്യുന്ന ഒരു ഗിൽറ്റ് പോലുള്ളൊരു സാധനമായിരുന്നു. എന്നോട് ഞാൻ തന്നെ പീഡിപ്പിക്കുന്നൊരു സംഭവമായിരുന്നു. ഒരു സെൽഫ് സാബിറ്റാജ് ആയിരുന്നു അത്. ഓക്കെ, സോ അത് സ്റ്റോപ്പ് ചെയ്യാൻ എന്നെ സഹായിച്ചു. അപ്പോൾ അതുള്ളത് കൊണ്ട് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് വായിൽ പുണ്ണ് വരുമായിരുന്നു. ഓക്കെ, സോ ഈ ഒരു ട്രോമ എടുത്തിട്ട് ഞാൻ ഹീൽ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ വായിൽ പുണ്ണ് വരുന്ന പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 2 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് വരും. വന്നു കഴിഞ്ഞ് 2 വീക്സ് കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുള്ളൂ, എനിക്ക് വിട്ടുപോകുകയുള്ളൂ എൻ്റെ ബോഡിയിൽ നിന്ന്. അപ്പോൾ അത്രയ്ക്കും പെയിൻ ഉണ്ടായിരുന്ന, ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് 2 വീക്സ് കഴിഞ്ഞ് വിട്ടുപോകുക എന്ന് പറയുന്നത് തന്നെ ബോഡി വേറെ ഏതെങ്കിലും രീതിയിലൂടെ ഹാപ്പി ആവുകയോ കാമാവുകയോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധ മാറി പോകുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നതാണ്. ലൈക്ക് അത് എന്താ പറയുക, അതങ്ങ്
ആ ഒരു സ്ട്രെസ്സ് സംഗതികളൊക്കെ ഒന്ന് വല്ലാണ്ട് കൂടുമ്പോഴാണ് ഇതെനിക്ക് വരുന്നത്. പക്ഷേ ആ സ്ട്രെസ്സിൽ നിന്ന് ശ്രദ്ധ മാറി വേറെ നല്ല കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഇതങ്ങ് പോകും. പക്ഷേ ഇതൊരിക്കലും പെർമനൻ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പെർമനൻ്റ് ആയിട്ട് പോയത് ഒരൊറ്റ തെറാപ്പി സെഷനിൽ കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ വലിയ റിസൾട്ട് ഉണ്ടായി. ഒന്ന് ഇതാണ്, എൻ്റെ അസിഡിറ്റി 20 വർഷമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 10-15 വർഷത്തോളം ഉണ്ടായിരുന്ന ഈ പറഞ്ഞിരിക്കുന്ന എനിക്ക് ഈ വായിൽ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ. സോ ഇതും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ്ലി ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഇതുകൊണ്ടാണ് ഞാൻ എന്ത് ഈ മേഖലയിലേക്ക് ഇറങ്ങാനും എനിക്കിതിൽ ഭയങ്കര ഫാസിനേഷൻ വന്നു. ഇത് ഭയങ്കര പവർഫുള്ളാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തോളമായിട്ട് ഞാൻ മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാമുകളും കോച്ചിങ്ങുകളൊക്കെ നടത്തിയിരുന്ന ഒരാളാണ്. പക്ഷേ ആ കോച്ചിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിലൊന്നും കിട്ടാത്തൊരു റിസൾട്ട് എനിക്ക് ഇവിടെ കിട്ടാൻ തുടങ്ങി. അതായത് ഡീപ്പ് ലെവലിൽ നിങ്ങളുടെ ട്രോമാസ് ഹീൽ ചെയ്യാനും ഡീപ്പ് ലെവലിൽ പോയിട്ട് നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ്സിൻ്റെ വേരിറക്കാനും സഹായിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഈ ടൂൾ എന്ന് പറയുന്നത്. മറ്റുള്ള മൈൻഡ് പവറിലൊക്കെ പഠിപ്പിക്കുന്ന കുറേ ടൂളുകളുണ്ട്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. പക്ഷേ അതിലുള്ളതെന്ന് വെച്ചാൽ കുറേ ടൈം എടുക്കും. എസ്പെഷ്യലി മെഡിറ്റേഷൻസ് ഒക്കെയാണ് ഒരുപാട് ടൈം എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന സംഗതിയാണ്. എന്നാൽ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ EFT ടാപ്പിംഗ് കൂടെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക് EFT ടാപ്പിംഗ് ഇസ് ലൈക്ക് ഗോയിങ് സോ ഡീപ്പ്, സോ ഫാസ്റ്റ്, വെരി റാപ്പിഡായിട്ടുള്ള ചേഞ്ചാണ് നടക്കുന്നത്. ചില കേസിൽ ഒറ്റ സെഷൻ കൊണ്ട് നടക്കും, 10 മിനിറ്റ് കൊണ്ട് നടക്കും. ചില കേസിൽ എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും. ബട്ട് ദാറ്റ്സ് ഇറ്റ്. 1, 2, 3 സെഷൻസ് ചെയ്യുമ്പോഴേക്കും തന്നെ വിത്തിൻ 1 ഡേ തന്നെ നമുക്കത് ഗെറ്റ് റിഡ് ഓഫ് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ ഒരു വിധം ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇമോഷൻസ് നമ്മൾ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്നാൽ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസ് റിലീസ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാതെ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല. അത് ഇൻഡെപ്തിൽ ക്ലിയറിങ് നടക്കില്ല. അപ്പം EFT ടാപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഹീൽ ചെയ്തിട്ട് നമ്മൾ ഫോർഗിവ്നെസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡെപ്തിൽ അടിപൊളിയായിട്ട് ഫോർഗിവ്നെസ് വർക്ക് ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഫുള്ളി ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റായിട്ട് നമ്മുടെ ഗോളുകൾ എന്താണോ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കട്ട് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് എന്ന് വെച്ചാൽ അഡിക്ഷൻസ് എന്താണോ ഉള്ളത്, ഇപ്പോൾ സ്മോക്കിംഗ് അഡിക്ഷൻ, ചിലർക്ക് ഫുഡ് അഡിക്ഷൻ ആയിരിക്കും, ചിലർക്ക് എന്താ വെച്ചാൽ മറ്റുള്ള സ്വീറ്റ്സിനോട് ക്രേവിങ്സ് ആയിരിക്കും, ചോക്ലേറ്റ്സിനോട് ക്രേവിങ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടാവാം, അതല്ലെങ്കിൽ പോൺ അഡിക്ഷൻ ഉണ്ടാവാം, വാട്ട് എവർ ദാറ്റ്, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഏത് അഡിക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ നെർവസ് സിസ്റ്റം കാമാവാത്തത് കൊണ്ടാണ് ഈ അഡിക്ഷൻസ് ഒക്കെ പോകുന്നത്. കാരണം ബോഡി സ്ട്രെസ്സിലായിരിക്കുമ്പോൾ, പെയിനിലായിരിക്കുമ്പോൾ, നമ്മൾ ഇതിനു മുൻപ് ചൈൽഡ്ഹുഡിൽ അനുഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ റീസെൻ്റ്ലി ഉണ്ടായിട്ടുള്ള പെയിനോ അതല്ലെങ്കിൽ നിലവിൽ ലൈഫിൽ ഈ അനുഭവിച്ചിട്ടുള്ള പെയിൻ എല്ലാം അൺകോൺഷ്യസ്ലി ബോഡിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഹീൽ ചെയ്യാത്തത് കൊണ്ടും പ്രോസസ്സ് ചെയ്യാത്തത് കൊണ്ടും. സോ സ്വാഭാവികമായിട്ടും അത് അൺകോൺഷ്യസ്ലി നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മുടെ ബോഡി ഫുൾ ടൈം എന്ന സ്ട്രെസ്സിലാണ്. അതുകൊണ്ടാണ് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയാത്തത്, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ കഴിയാത്തത്, കാമായിട്ടിരിക്കാൻ കഴിയാത്തത്, ഐഡിയലായിട്ടിരിക്കാൻ കഴിയാത്തത്. അപ്പോഴേക്കും നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യും, അസ്വസ്ഥമാകുന്ന ചിന്തകൾ വരുന്നു, സ്ട്രെസ്സ് വരുന്നു, അല്ലെങ്കിൽ ബോഡിക്ക് എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഡോപ്പമീൻ ഹിറ്റ് കിട്ടണം. ആ ഡോപ്പമീൻ ഹിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ പോൺ വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ മറ്റുള്ള ക്യുക്ക് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു, ഇങ്ങനെയുള്ള സംഗതിയിലേക്ക് പോകുന്നു. കാരണം ബോഡി കാമല്ല. അപ്പോൾ ബോഡി പീസ്ഫുൾ അല്ല, കാമല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പീസ്ഫുൾ ആയിരിക്കുക, കാമായിരിക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ കാമാവാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് EFT. EFT ടാപ്പിംഗ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി കാമാവും. കാമായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡോപ്പമീൻ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊതിക്കില്ല, ആ ക്രേവിങ്സ് വരില്ല നിങ്ങളുടെ ബോഡിക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഒരു ത്രില്ലോ ക്യുക്കോ ആയിട്ടുള്ള സംഗതികളിലേക്ക് താല്പര്യം പോകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അഡിക്ഷൻ കട്ടാവും. മനസ്സിലാവുണ്ടോ? അഡിക്ഷനിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ബോഡി കാമല്ലാത്തതുകൊണ്ടാണ്. അത് പോയി വീണ്ടും എന്താണ് ബോഡിക്ക് എന്താ വെച്ചാൽ അതിനോടൊരു ക്രേവിങ്സ് വരികയാണ്. ബോഡിക്ക് ആ സമയമായി കഴിഞ്ഞാൽ കിട്ടണം. 5 o'clock വർക്ക് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും 4 മണിക്ക് ചായ കുടിച്ച ഒരാൾക്ക് ചായയോട് അഡിക്ഷൻ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഇതേപോലെ ചായ ഒരു സ്ട്രെസ്സിൻ്റെ പുറത്ത് കുടിച്ച് ശീലിക്കുന്നതാണ്. അത് ചായ ആവട്ടെ, കോഫി ആവട്ടെ, പുകയിലയാവട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, വെറ്റില മുറുക്കുന്നതായിട്ട് ഏത് കേസസ് ആയിക്കോട്ടെ, എനിത്തിങ് വർക്ക്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതെന്താ വേണ്ടത്? അതിൻ്റെ ആ ഒരു പാറ്റേൺ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാൽ മതി, എനർജി ബ്ലോക്ക് കട്ട് ചെയ്താൽ മതി. ഈ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ മറ്റൊരു സംഗതിയാണ് ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, നീട്ടിവെക്കുന്ന സ്വഭാവം, അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, പ്രൊഡക്ടിവിറ്റി ഇഷ്യൂസ്, ക്രിയേറ്റിവിറ്റി ബ്ലോക്ക്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, EFT ടാപ്പിംഗ് ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു ക്ലിയർ ഗോളോട് കൂടിയിട്ട് ഒരു സ്ട്രോങ് വ്യക്തിയായി മാറാൻ, ഒരു വളരെ ക്ലാരിറ്റി ഉള്ള, കോൺഫിഡൻസ് ഉള്ള, വിഷനുള്ള, ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട്, ഹൈലി പ്രൊഡക്റ്റീവായിട്ട്, സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ട്, സെൽഫ് കൺട്രോളോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ സഹായിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരാളുടെ സെൽഫ് കൺട്രോൾ നിശ്ചയിക്കുന്നത് അയാളുടെ ഇമോഷൻസ് അയാൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നവർ തന്നെ. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നല്ല ടൂളാണ് EFT എന്ന് പറയുന്ന ടൂള്. സോ നിങ്ങൾ ഈ ഒരു EFT എന്ന് പറയുന്ന ടൂള് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക, കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1000കണക്കിന് ആൾക്കാരെ, 10000കണക്കിന് ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ഹീൽ ചെയ്തുള്ള ഈ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളോട് പറയുകയാണ്, ഐ ക്യാൻ ഹെൽപ്പ് യു.
എനിക്കും എൻ്റെ ടീമിനും സ്കൈലർ ലേണിങ്സ് എന്ന് പറയുന്ന നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഏകദേശം 10ഓളം പേരടങ്ങുന്ന തെറാപ്പിസ്റ്റുകളും ഹീലേഴ്സും ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പേർട്സും കൗൺസിലേഴ്സും അടങ്ങിയിരിക്കുന്ന ഒരു ടീം ഇതിന് വേണ്ടിയിട്ട് റെഡിയാണ്. നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, ഇതിൽ പങ്കെടുത്ത ആൾക്കാർ ഫീഡ്ബാക്കുകൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റിൽ കാണുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വെൽക്കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.